നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് അതേ തുടർന്ന് കേന്ദ്ര സഹായം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരികയും സ്ഥിതിഗതികളെ വിലയിരുത്തുകയും ചെയ്ത് പോയൊരു സാഹചര്യമുണ്ട്. എന്നാൽ ദിവസം പ്രതി സംസ്ഥാനം ചെയ്തു വരുന്ന സഹായം അവർക്കതൊരു 30 ദിവസം വരെ ആ നിലയിൽ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ നിയമപരമായിട്ട്. എന്നാൽ അതിനുശേഷം വീണ്ടും അത് തുടരണമെങ്കിൽ ചീഫ് സെക്രട്ടറിയും മറ്റുമൊക്കെ കൂടി പ്രത്യേകമായിട്ട് ഒരു തീരുമാനം ആ വിഷയത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടുണ്ടായി 50 ദിവസത്തിൽ പരം കഴിഞ്ഞിട്ടും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. കാരണം കിടപ്പ് രോഗികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഈ വിഷയത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാകും? ഇവർക്കെല്ലാം മെഡിസിൻസ് വാങ്ങണം, മറ്റ് അവരുടെ ജീവനോപാധികൾ ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വാങ്ങുവാനും മറ്റുമൊക്കെ പണം ആവശ്യമുണ്ട്. സംസ്ഥാനത്തിന് ആ കാര്യത്തിൽ ചെയ്യുന്നതിന് നിയമപരമായിട്ട് പരിമിതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഒരു പ്രതീക്ഷയിലായിരിക്കും അവർ തുടർന്ന് മുന്നോട്ടിരിക്കുന്നത്. എന്നാൽ കേന്ദ്രത്തിന്റെ സഹായ വിതരണം പ്രതിസന്ധി പോലെ ആയിരിക്കുകയാണ്. കാരണം അത് അനന്തമായി നീളുകയാണ്. എപ്പോഴാണ് അത് ചെയ്യുന്നതെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. കേന്ദ്ര ഫണ്ട് വൈകുന്നതോടുകൂടെ ഉൾപ്പെടൽ ബാധിതരായിട്ടുള്ള ആളുകള് വളരെ പ്രതിസന്ധിയിലാണ്. പ്രതിദിന സഹായ വിതരണം ചെയ്യേണ്ടുന്ന കേസുകളുണ്ട്. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ വേണമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര സഹായം വൈകൂടാ, എത്രയും വേഗം ലഭ്യമാകാനുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ. കേന്ദ്രവും സംസ്ഥാനവും ഈ വിഷയത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ആവശ്യമായിരിക്കുന്നത്. അത് അധികം താമസിയാതെ ലഭ്യമാവും എന്ന് പ്രതീക്ഷിക്കാം. ഫണ്ടിന്റെ പര്യാപ്തത ഒഴിവാക്കുകയും എത്രയും വേഗം എല്ലാവരിലേക്കും ആ സഹായം എത്തത്തക്ക നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.